رمضان رمضان ليتك دوما قريب. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയുള്ള പ്രവാചകനാണ്. ദീനീപരമായ ഡെസിഷൻസുകൾ എടുക്കുന്ന സമയത്തൊക്കെ പ്രവാചകർക്ക് വഹി വരാറുണ്ട്. പക്ഷേ ചൂടോടെ വഹി വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടിയാലോചനയായിരുന്നു. കൂടിയാലോചന. എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും താൻ മതി, തൻ്റെ അഭിപ്രായം മതി എന്നൊരു ധാരണ ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. ബദറിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം അതാണ്. ബദറിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യൊരു സ്ഥലം സെലക്ട് ചെയ്തു. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാനതൊരു സ്ഥലം സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നമുക്ക് ഏറ്റവും ഉചിതം എന്ന് എൻ്റെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു മറുഭാഗം സ്വീകരിക്കലാണ്. അവിടെയാണ് കുറച്ചും കൂടിയും ഒരു സേഫായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം എന്ന് അദ്ദേഹം പറയുകയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയുടെ വാചകത്തെ മുഖവിലക്കെടുക്കുകയും ചെയ്തു എന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ നാളത്തെ പ്ലാനിങ്ങുകൾ പറയൂ. പ്രവാചകൻ പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർത്തു, നേതാക്കന്മാരൊരിക്കലും യുദ്ധകളത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല, അവർ ടെൻറ്റുകളിൽ ഇരുന്നാൽ മതി. ഞങ്ങൾക്ക് വേണ്ട കമാൻഡുകളുമായി നിർദ്ദേശങ്ങളുമായി അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നന്മകൾ ഉൾക്കൊണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അത് വലിയ ഒരു ഗുണമാണ്, നേതാവിന് ഉണ്ടാകേണ്ട കാര്യമാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞതും അതാണ്, വശാവിറുഹും ഫിൽ അംരി. നോക്കൂ, നിങ്ങൾ അവരോട് കൂടിയാലോചന നടത്തണമെന്ന് റഹ്മാനായ റബ്ബ് പറയുകയാണ്. ഒരു പ്രവാചകനോടാണ് അപ്പോൾ പറയണത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് കൂടിയാലോചിക്കുക എന്നൊരു സ്റ്റെപ്പ് കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ നമ്മളൊരു കാര്യം കൂടിയാലോചിച്ച് മീറ്റിങ്ങൊക്കെ കൂടി ഡിസ്കസ്സൊക്കെ ചെയ്തു, എന്നിട്ട് നമ്മുടെ ഒരു കാര്യം ഹൈറായ ഒരു കാര്യം വരികയാണെങ്കിൽ നമ്മളത് ഉറപ്പിച്ചെന്താക്കുക, മുന്നോട്ട് പോകണമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് വേണം, എല്ലാ മേഖലകളും വേണം. പ്രത്യേകിച്ച് പലപ്പോഴും ഈ വയസ്സായ മാതാപിതാക്കളൊക്കെ പലപ്പോഴും കുറച്ചൊക്കെ ഒന്ന് ഉഷാറായി നമ്മളിങ്ങനെ ബിസിനസ്സോ സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്ത് നമുക്കതിൻ്റെ എല്ലാം A to Z കാര്യങ്ങൾ അറിയാം. എന്നാലും സുഹൃത്തുക്കളെ, നമ്മൾ എന്തെങ്കിലും പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഉമ്മാനോടൊക്കെ ഒന്ന് പറയുക, ഉമ്മ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടിട്ടോളി, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് നമുക്കെതിരൊരു അഭിപ്രായം അവർ പറയാൻ ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു കൂടിയാലോചനയ്ക്ക് ഒരു ബർക്കത്തുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾ പറയാനുള്ളത്. ചിലപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിലോ മറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിന് നേരെ വിപരീതമായിരിക്കും മഹാഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായമെങ്കിൽ അതെന്താ എൻ്റെ അഭിപ്രായത്തിന് വില കണ്ടില്ലല്ലോ എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മളവിടെ കാണേണ്ടത് ഹൈർ, ഒരു ടീമിൻ്റെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലിരുന്ന ആളുകളുടെ ഒരു അഭിപ്രായമാണല്ലോ, ഒരു ശൂറയുടെ തീരുമാനമാണല്ലോ, അതിലൊരു ഹൈറുണ്ടാകും എന്ന് കരുതി നമ്മുടെ ഒരു വ്യക്തിപരമായ പേഴ്സണൽ അഭിപ്രായം ഇതാണെങ്കിൽ പോലും ശൂറയുടെ ഒരു തീരുമാനത്തെ നമ്മൾ മാനിക്കുക എന്നുള്ളത് അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രവാചകർക്ക് ഒരുപാട് വിഷയങ്ങൾ പേഴ്സണൽ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വഹിയല്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേഴ്സണൽ അഭിപ്രായത്തെ മാറ്റിവെച്ച് ശൂറയിൽ വന്ന കൂടിയാലോചന വന്നൊരു തീരുമാനത്തെ മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോകുന്ന പ്രകൃതക്കാരനായിരുന്നുവെന്നും അതുകൊണ്ട് അതിൽ യാതൊരുവിധ കോട്ടവും തട്ടാതെ പ്രവാചകൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, കൂടിയാലോചന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൂടിയാലോചിക്കേണ്ടത് ആരോടാണെന്നറിയോ? റഹ്മാനായ റബ്ബിനോടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ഒരു ടെൻഷനോ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്ന് നമ്മൾ അങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുന്നൊരു സമയം ഉണ്ടാകുമല്ലോ. ആ സമയത്ത് അള്ളാഹു റസൂൽ പറഞ്ഞത് വുളു എടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന് പറയുന്ന പിന്നെ ഒരു ചെറിയൊരു ദുആ ഉണ്ട്, ഒരു ചെറിയ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളിക അൽഅലീം എന്ന് തുടങ്ങുന്ന സ്വല്പം സുദീർഘമായ 2, 3, 5, 8 വരികളിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ നിർവഹിച്ച് മഹാൻ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, മാ നദിമ വനിസ്തഖാറൽ ഖാലിക,
ഈ അള്ളാഹുവിനോട് മുശാവറ നടത്തിയ ഒരാൾക്ക് ഖേദിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് കൂടിയാലോചന എന്ന് പറയുന്നത്. ബദറിൻ്റെ ചരിത്രത്തിൽ വരെ നമുക്കത് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ഖൈറും ബറക്കത്തും നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് എത്ര ഉന്നതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും ബാക്കിയുള്ളവരുടെ വാക്കുകൾക്കൊക്കെ വില കൊടുക്കുന്ന, അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിനയങ്ങളുടെ നിറക്കുടങ്ങളായ ആളുകളാക്കി നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رمضان يا حبيب